എന്നായിരിക്കും ജ്യോതിസ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് എറണാകുളം അല്ലെങ്കിൽ മറ്റ് ജില്ലകളിലേക്കൊക്കെ വ്യാപിക്കുന്നത്? ഇപ്പൊ തിരുവനന്തപുരത്തിൽ നിന്ന് മറ്റ് ജില്ലകളിൽ എനിക്ക് ആദ്യമേ പറഞ്ഞിരുന്നു, എന്റെ എല്ലാ അറ്റൻഷനും കൊടുക്കണം. എനിക്ക് എല്ലായ്പ്പോഴും എത്താൻ പറ്റുന്ന സ്ഥലത്താണ് ഞാൻ സ്കൂളുകൾ ആരംഭിച്ചതെന്ന് പറഞ്ഞെങ്കിൽ പോലും നമ്മൾ വിശാലമായി ചിന്തിക്കുമ്പോഴത്തേക്കും മറ്റു ജില്ലകളിലേക്ക് വരുന്നതും ഒരുപക്ഷെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? അങ്ങനെ ഒരു ആഗ്രഹമെങ്കിലും മനസ്സിൽ വരുന്നില്ലേ? മാഡം ഇങ്ങനെയുള്ള ചോദ്യം വാസ്തവത്തിൽ ഞാൻ പണ്ട് ഒരു സ്കൂൾ മാത്രം നടത്തിയിരുന്നപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോഴേക്കും പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്കൂളിൽ ഒരു ജെയിംസ് സാർ എന്നിട്ട് ഇംഗ്ലീഷിൻ്റെ HOD ഉണ്ട്. ഉം. അപ്പോൾ സാർ എന്നെ ഒരുപാട് പറയുമായിരുന്നു, സാർ വേറെ ബ്രാഞ്ച് തുടങ്ങണം. അപ്പോൾ ഞാനൊന്നും ജീവിതത്തിൽ തുടങ്ങില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇത്രയും ബ്രാഞ്ചസ് ആയി. അത് ശരിയാണ്. അപ്പോൾ അതുപോലെ മറ്റ് ജില്ലകളിൽ തുടങ്ങിക്കൂടാ അല്ലെങ്കിൽ തുടങ്ങിയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എനിക്ക് 2 മക്കളുണ്ട്. ഉം. ആ 2 പേരും അവരവരുടെ ഫീൽഡിലാണ് ഇപ്പം നിൽക്കുന്നതെങ്കിലും ഉം. ഭാവിയിൽ അവർ സ്കൂളുമായിട്ട് ഉം. അസോസിയേറ്റ് ഒരുമിച്ച് ചെയ്ത് വരും അല്ലെ? വന്നേക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നോടൊപ്പമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഉം. അത് അധ്യാപകരെന്ന് പറയുന്നവരൊന്നും ഞങ്ങളെ വെറും സ്റ്റാഫായിട്ടല്ല, അവരെല്ലാം ജ്യോതിസിൻ്റെ ഉം. തന്നെ സ്വന്തം ഭാഗമാണ്, ആൾക്കാരാണ്. സ്വന്തം ആൾക്കാരാണ്. ആ. അപ്പോൾ അവരെല്ലാവരും ചേർന്നിട്ട് നമുക്ക് കൂടുതൽ ബ്രാഞ്ചസ് തുടങ്ങാമെന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ എല്ലായിടത്തും ഓടണമെന്നില്ല. ഉം. എൻ്റെ മകനോ മകളോ മാത്രമായിട്ട് ഓടണമെന്നില്ല. അതെ. എൻ്റെ കൂടെയുള്ള സീനിയർ സ്റ്റാഫ് തന്നെ ഓരോ സ്കൂളുകൾ നോക്കാനായിട്ട് അവർക്ക് ഉം. കപ്പാസിറ്റി ഉണ്ട്. ഉം. അങ്ങനെ അവർ ഏറ്റെടുക്കുകയാണെങ്കിൽ എത്ര സ്കൂൾ വേണമെങ്കിലും തുടങ്ങാൻ. എല്ലാ ജില്ലകളിലും തുടങ്ങാം, മറ്റ് സംസ്ഥാനങ്ങളിലും ആ. തുടങ്ങാൻ കഴിഞ്ഞേക്കും.